ഈ ഹൈക്കോടതിയുടെ ഉത്തരവിൽ നിയമപ്രശ്നങ്ങളുണ്ട് എന്ന നിരീക്ഷണം ഇപ്പോൾ സുപ്രീം കോടതി നടത്തിയിരിക്കുകയാണ്. പി ആർ സുനിൽ കൂടിയ സുനിൽ, ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും നീതി ലഭിച്ച സാഹചര്യം, അതിൽ ഒരുപാട് പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അഭിഭാഷകരുടെ പ്രതികരണം അടക്കപ്പോൾ നമ്മൾ കണ്ടു. ഉന്നാവിലെ സാഹചര്യം ഗുരുതരമെന്ന് കോടതി വിലയിരുത്തുന്നു. CBIയുടെ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് തീരുമാനം വന്നിരിക്കുന്നത്. അപ്പോൾ ഹൈക്കോടതി നേരത്തെയിട്ട ഉത്തരവ് അതിൽ നിയമപ്രശ്നങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ അതിലാണ് ഇനി പരിശോധന നടത്തുക എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഉറപ്പായും ഒരു സാങ്കേതിക കാര്യം ചൂണ്ടിക്കാണിച്ച് മാത്രമാണ് ഹൈക്കോടതി ഇത്രയും വലിയൊരു കേസിൽ, ഇത്രയും ഗൗരവമായൊരു കേസിൽ ഇങ്ങനെയൊരു തീരുമാനം എടുത്തത്. കാരണം 15 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത ഒരു കേസാണ്, പോക്സോ കേസാണ്. അപ്പോൾ അങ്ങനെ ഒരു കേസിൽ നിസ്സാരമായ ഒരു നിയമപ്രശ്നം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഹൈക്കോടതി തീരുമാനമെടുക്കുകയും ആ കേസിലെ കുറ്റവാളിയായി CBI കോടതി കണ്ടെത്തിയ BJP മുൻ MLA കുൽദീപ് സെങ്കാറിന് ജാമ്യം നൽകുകയും ചെയ്തത്. അതിന്റെ ഒരു ഗൗരവം സുപ്രീം കോടതി തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതി ആവർത്തിച്ച് എന്ന് വാദം കേൾക്കുന്നതിനിടയിൽ വ്യക്തമാക്കിയത് ഇത് അതീവ ഗൗരവമായ കേസാണ്, ഇതിൽ എന്തെങ്കിലും ഒരു സാങ്കേതിക കാരണം കൊണ്ട് ഇതിലെ ശിക്ഷ ഇളവ് നൽകേണ്ടതല്ല എന്ന കാര്യം സുപ്രീം കോടതി വളരെ വ്യക്തമായി പറയുന്നത്. ഏതായാലും അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ കേസിൽ ഇന്ന് അസാധാരണമായി തന്നെ ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യുന്ന ഒരു തീരുമാനത്തിലേക്ക് പോയത്. അത് സുപ്രീം കോടതി തന്നെ ചൂണ്ടിക്കാണിച്ചത്. സാധാരണയായി ഇങ്ങനെയുള്ള കേസുകളിൽ ഉടൻ തന്നെ ഒരു സ്റ്റേ ഉത്തരവിലേക്ക് പോകാൻ കഴിയുകയില്ല. ഇത് സ്റ്റേ ചെയ്യണം എന്നതാണ് തങ്ങളുടെ അഭിപ്രായമെങ്കിൽ പോലും അങ്ങനെ പോകാൻ കഴിയുകയില്ല എന്ന് ആദ്യം സുപ്രീം കോടതി പറഞ്ഞു. പിന്നീടാണ് ഒരു സ്റ്റേ ഉത്തരവിലേക്ക് പോയത്. അത് ഈ കേസിന്റെ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് എന്ന് പ്രത്യേകം സുപ്രീം കോടതി ചൂണ്ടിക്കാണിക്കുകയാണ്. മാത്രമല്ല ഈ കേസിൽ അതിജീവിതയ്ക്ക് നേരിട്ട് സുപ്രീം കോടതിയെ സമീപിക്കാവുന്നതാണ്, അവരുടെ ഭാഗം നേരിട്ട് സുപ്രീം കോടതിയെ അറിയിക്കാവുന്നതാണ് എന്നുകൂടി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് വ്യക്തമാക്കുകയാണ്. അതിനാവശ്യമെങ്കിൽ അതിജീവിതയ്ക്ക് സുപ്രീം കോടതിയിലെ ലീഗൽ സർവീസ് കമ്മിറ്റിയെ സമീപിക്കാം. ലീഗൽ സർവീസ് കമ്മിറ്റിക്ക് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിജീവിതയ്ക്ക് ആവശ്യമായ നിയമസഹായം ഉറപ്പാക്കുന്നതിന്. അതുകൊണ്ട് ഈ കേസിൽ അതിജീവിതയ്ക്കൊപ്പം സുപ്രീം കോടതി നിലയുറപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇന്നത്തെ ഒരു കാഴ്ച തന്നെയാണ് ഇന്നത്തെ ഈ കോടതി വാദപ്രതിവാദങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഏതായാലും CBI ഇന്ന് വളരെ ശക്തമായ നിലപാട് തന്നെയാണ് സുപ്രീം കോടതിയിൽ സ്വീകരിച്ചത്. ആ നിലപാട് സുപ്രീം കോടതി അംഗീകരിക്കുകയാണ്. സ്മൃതി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ വലിയ രാഷ്ട്രീയ കോളിളക്കങ്ങൾ ഉണ്ടാക്കിയ, വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയ കേസാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുൽദീപ് സെങ്കാർ ഏറ്റവും ശക്തനായ ഒരു വ്യക്തി എന്നത് തന്നെയാണ്. രാഷ്ട്രീയമായി വലിയ സ്വാധീനമുള്ള വ്യക്തി, ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിൽ BJP രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനമുള്ള വ്യക്തി. അതുകൊണ്ട് തന്നെ ഈ കേസിൽ തുടക്കത്തിലൊക്കെ തന്നെ പോലീസ് കുൽദീപ് സെങ്കാറിനെ അറസ്റ്റ് ചെയ്യാൻ മടി കാണിച്ചു, അദ്ദേഹത്തിനെതിരെ കേസെടുക്കാൻ മടി കാണിച്ചു. അദ്ദേഹത്തിന്റെ ഈ നീക്കങ്ങൾക്കൊക്കെ വിധേയപ്പെട്ട് ഉത്തർപ്രദേശ് പോലീസ് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയായിരുന്നു. പിന്നീട് അലഹബാദ് ഹൈക്കോടതിയുടെ ഇടപെടലിനെ തുടർന്നാണ് കുൽദീപ് സെങ്കാറിനെ അറസ്റ്റ് ചെയ്യാൻ പോലും ഉത്തർപ്രദേശ് പോലീസ് തയ്യാറായത്. പിന്നീടാണ് ഈ കേസ് ശക്തമായ ഒരു കേസായി മാറുന്നത്. ഏതായാലും CBI കോടതി വളരെ വിശദമായി പരിശോധിച്ച ഒരു കേസായിരുന്നു ഇത്. അതിനുശേഷമാണ് കുൽദീപ് സെങ്കാറിന് ജീവപര്യന്തം ശിക്ഷ നൽകിയത്. പക്ഷേ നിസ്സാരമായ ഒരു നിയമപ്രശ്നം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ കേസിനെ തന്നെ ദുർബലമാക്കുന്ന ഒരു തീരുമാനത്തിലേക്കാണ് ദില്ലി ഹൈക്കോടതി പോയത്. അതിനേറ്റ ഏറ്റവും വലിയ പ്രഹരമാണ് ഇന്നത്തെ സുപ്രീം കോടതി തീരുമാനം എന്ന കാര്യത്തിൽ സംശയമില്ല. ശരി, കുൽദീപ് സെൻഗറിന് തിരിച്ചടിയായിക്കൊണ്ട് സുപ്രീം കോടതി വിധി വരുന്നു. ഹൈക്കോടതിയെ ശിക്ഷ മരവിപ്പിച്ച ഹൈക്കോടതിയുടെ നടപടിക്കാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും സ്റ്റേ ഉണ്ടായിരിക്കുന്നത്.